മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 23/10/1987 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. ചോതിയാണ് നക്ഷത്രം. ചോതി രണ്ടാം പാദം. വൃശ്ചിക ലഗ്നം. ലഗ്നത്തിൽ ശനി ഗുളികൻ. 2, 3, 4 ഭാവങ്ങൾ ശൂന്യം. 5-ൽ രാഹു, 6-ൽ വ്യാഴം, 7, 8, 9, 10 ഭാവങ്ങൾ ശൂന്യം. 11-ൽ കുജൻ കേതു, 12-ൽ ചന്ദ്രൻ, സൂര്യൻ, ബുധൻ, ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. അല്പസ്വല്പം വളരെ നെഗറ്റിവിറ്റിയുള്ള പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. എന്തുകൊണ്ടാണത്? പ്രധാനമായും വൃശ്ചിക ലഗ്നം. ലഗ്നത്തിൽ ശനി ഗുളികൻ നല്ലതല്ല, ഒട്ടും നല്ലതല്ല. പ്രത്യേകിച്ചും ഗുളികൻ്റെ ദൃഷ്ടിയിൽ വരുന്ന ശനി, അതല്ല എങ്കിൽ ശനിയുടെ ദൃഷ്ടിയിൽ വരുന്ന ഗുളികൻ ആയാൽ കൂടെ വളരെയധികം സൂക്ഷിക്കണം. അത് ഏത് പൊസിഷനിൽ നിന്നാൽ തന്നെ. ഇവിടെ അത് ലഗ്നത്തിൽ ആ വ്യക്തിയിൽ തന്നെ ഒരുമിച്ച് നിൽക്കുന്നു. വളരെ മോശമാണ്. വളരെയധികം നെഗറ്റിവിറ്റി ഇത്തരം ആളുകൾക്ക് കൂടുതലായിരിക്കും. ടോക്സിക് ആയിട്ടുള്ള ചിന്താഗതികൾ വളരെ കൂടുതലായിരിക്കും. ഒരു പ്രത്യേക തരം മാനസികാവസ്ഥ ഇവർ സൂക്ഷിച്ചു പോകുന്നത് കാണാം. അതുപോലെ തന്നെ സ്ഥിരമായി എന്തെങ്കിലും അസുഖങ്ങൾ, ലഗ്നത്തിലെ ശനി ഗുളികൻ കോമ്പിനേഷൻ ധാരാളമായിട്ട് ഒരുപാട് പേർക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലഗ്നാൽ 5-ൽ മനസ്സിൻ്റെ സ്ഥാനത്ത്, സന്താന സ്ഥാനത്ത് രാഹു. നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. ഒരു തരം സൈക്കോ മെൻറ്റാലിറ്റി ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ സ്ഥിരതയില്ലാത്ത ചിന്തകൾ അല്ലെങ്കിൽ സംസാരം എന്ന് വെച്ചാൽ മറ്റുള്ള ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള മാനസികാവസ്ഥ. മറ്റുള്ള ആളുകൾ, ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകൾ തെറ്റ് ചെയ്തില്ല എങ്കിൽ പോലും അവരെ ഇറിറ്റേറ്റ് ചെയ്യാനുള്ള ചിന്തകളുമായി പതിയിരുന്ന് ആക്രമണം നടത്തുക എന്നൊക്കെ പറയില്ല വാക്കുകൾ കൊണ്ട്. അത്തരം ഒരു മാനസികാവസ്ഥ ഇത്തരം വ്യക്തികൾക്ക് പൊതുവേ ഉണ്ട്. ഈ വ്യക്തിക്കത് ധാരാളമായിട്ടുണ്ട്. ഇത് മറ്റാരുമല്ല, അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന പാറ്റേണിലുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ്. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ചെയ്യേണ്ടതായിട്ടുള്ള വ്യാഴം 6-ലാണ് നിൽക്കുന്നത്. 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ വലിയ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ വ്യാഴമായതുകൊണ്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുമെന്നിരുന്നാൽ തന്നെയും അത്ര ഗുണകരമായിട്ടുള്ള ഒരു സ്ഥാനമല്ല 6, 8, 12 തുടങ്ങിയ ഭാവങ്ങൾ വ്യാഴം എന്ന് പറയുന്ന പ്രബല ഗ്രഹത്തെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് അസുഖങ്ങളുണ്ടോ എന്ന് പറഞ്ഞു. അതിന് വിചിത്രമായിട്ടുള്ള അസുഖങ്ങളും ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു. അതിവിചിത്രമായിട്ടുള്ള അസുഖങ്ങളും എന്ന് വെച്ചാൽ ലഗ്നത്തിൽ ശനി കേതു, ലഗ്നത്തിൽ ശനി ഗുളികൻ അസുഖങ്ങൾക്ക് കാരണം തന്നെയാണ്. ഉപരി രോഗസ്ഥാനത്തിൻ്റെ അധിപൻ 6-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം കുജൻ 11-ൽ കേതുവിനോടൊത്ത് ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7-ാം ദൃഷ്ടിയിൽ നിൽക്കുന്നു. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. അവിടെ വ്യാഴം നിൽക്കുന്നു എന്നതൊരാശ്വാസമാണ്. എന്നിരുന്നാൽ തന്നെയും 6-ാം ഭാവാധിപനായും 8-ാം ഭാവാധിപനായും കുജൻ എന്ന് പറയുന്ന ഗ്രഹം ഏതൊരാൾക്ക് വന്നാൽ തന്നെയും അതൊരല്പം ശ്രദ്ധയോടെ തന്നെ കാണണം. 6ഉം 8ഉം കുജനെ സംബന്ധിച്ച് നല്ല ഭാവങ്ങളേ അല്ല, ഒട്ടുമേ നല്ലതല്ല. അപ്പോൾ അതിനോടൊത്ത് കേതു പോലെയുള്ള അല്ലെങ്കിൽ രാഹു പോലെയുള്ള, രാഹുവിൻ്റെ ദൃഷ്ടി പോലെയുള്ള, ശനിയുടെ ദൃഷ്ടി അല്ലെങ്കിൽ ശനി ഒപ്പം നിൽക്കുക, ഗുളികൻ്റെ സാന്നിധ്യം പോലെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്പസ്വല്പം ശ്രദ്ധിക്കണം, ഉപരി ഭയക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനാണ്. നീചനായി നിൽക്കുന്നു 12-ൽ. ജോലിക്ക് സാധ്യത വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. ശ്രമിച്ചാൽ തന്നെ കിട്ടാതിരിക്കുക, കിട്ടിയാൽ തന്നെ ഉറയ്ക്കാതിരിക്കുക, സ്ഥിരമല്ലാതിരിക്കുക പോലെയുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതങ്ങനെ തന്നെയാണ്. 10-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം 10ലേക്ക് ഗുളികനോടൊത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് ലഗ്നത്തിലേക്ക്. അതും നല്ലതല്ല. അപ്പോൾ രാഹുവിൻ്റെ ദൃഷ്ടിയേറ്റ് ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 10-ാം ദൃഷ്ടി തൊഴിൽ സ്ഥാനത്തേക്ക് വരുന്നു. അത് ശത്രു ദൃഷ്ടിയുമാണ്. കാരണം ചിങ്ങമാണ് 10-ാം ഭാവം. അതിൻ്റെ അധിപൻ സൂര്യൻ നീചനായി 12-ൽ നഷ്ടസ്ഥാനത്ത്, വ്യയസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ജോലി നോക്കണ്ട, അല്ലെങ്കിൽ കിട്ടിയാൽ തന്നെ അതിനൊരു ഉറപ്പ്, ബലം അതുകൊണ്ടുള്ള നേട്ടം കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇതങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും നല്ലതല്ല. അതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത്. അല്പസ്വല്പം നെഗറ്റിവിറ്റി കൂടുതലായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. അതുപോലെ തന്നെ
ലഗ്നാൽ 7 വിവാഹസ്ഥാനം, 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം, വിവാഹകാരക ഗ്രഹം ശുക്രൻ 12-ൽ നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്നു. നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. നീചനായ സൂര്യനോടൊത്ത് വിവാഹകാരക ഗ്രഹം, പ്രത്യേകിച്ചും ശുക്രൻ 7-ാം ഭാവാധിപത്യം വഹിച്ച് നിന്നു കഴിഞ്ഞാൽ സൂക്ഷിക്കുകയല്ല, അല്പം വളരെയധികം അതിജാഗ്രത തന്നെ പുലർത്തിപ്പോകണം. ഇത്തരം ആളുകൾക്ക് പ്രണയനഷ്ടം പോലെയുള്ള സംഭവങ്ങളൊക്കെ യഥേഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ തീർത്തും എന്നിട്ട് ഉള്ളിൽ മറ്റൊരാഗ്രഹം വെച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ കണ്ടുവരുന്നുണ്ട്. എന്നാൽ അതിൽ സാറ്റിസ്ഫൈഡ് ആയെന്ന് വെച്ചാൽ സംതൃപ്തിയോടുകൂടി പോകാൻ പറ്റുമോ? അതുമില്ല. കാര്യം 7-ാം ഭാവാധിപൻ നിൽക്കുന്നത് ശത്രുവായ സൂര്യൻ, നീചനായ സൂര്യൻ 12-ൽ വളരെ മോശമാണ്, അങ്ങേയറ്റം മോശം തന്നെയാണ്. പിന്നെ അവിടേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് എന്നതൊരു ആശ്വാസ ഘടകമാണ്. എന്നിരുന്നാൽ തന്നെയും ശക്തനാണ് സൂര്യൻ, നീചനാണെങ്കിൽ പോലും. അതിനോട് വിവാഹകാരക ഗ്രഹവും ഇവിടെ 7-ാം ഭാവാധിപത്യം വഹിക്കുന്ന ശുക്രന് നിന്ന് കഴിഞ്ഞാൽ തമ്മിൽ തല്ലൽ അല്ലെങ്കിൽ ഭിന്നിപ്പ്, അതല്ല എങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കം, സ്വസ്ഥതയില്ലായ്മ. പ്രത്യേകിച്ച് ചന്ദ്രൻ മനസ്സിൻ്റെ കാരകഗ്രഹവും 12-ലാണ്, നീചനായ സൂര്യനോടൊത്താണ്. നല്ലതല്ല, ഒട്ടുമേ നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ച് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത്. ഉപരി 4-ാം ഭാവാധിപനാണിവിടെ ലഗ്നത്തിൽ ഗുളികനോടൊത്ത് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ വ്യക്തി നിൽക്കുന്ന വീട്ടിൽ ഏതെങ്കിലും തരത്തിൽ സ്വസ്ഥത കുറവ് എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വളരെ സാധ്യത കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ്. അതിന് ഈ വ്യക്തി തന്നെയാണ് ഏറെ കാരണവും. ഈ വ്യക്തി കാരണം ഈ വ്യക്തിക്കും മറ്റുള്ള ആളുകൾക്കും സ്വസ്ഥതയില്ലായ്മ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതങ്ങനെ തന്നെയാണ് ഉള്ളത്. അതിൻ്റെ ഉത്തരവാദി ഈ വ്യക്തി തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിലെ ശനി ഗുളികൻ മറ്റുള്ള ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 5-ൽ രാഹു ഒരുതരം സൈക്കോ മെൻറ്റാലിറ്റി, അതല്ലെങ്കിൽ ഒരുതരം ആർത്തി പിടിച്ച മാനസികാവസ്ഥ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് മാത്രമേ മറ്റുള്ള ആളുകളും ചെയ്യാവൂ, ചിന്തിക്കാവൂ, പറയാവൂ എന്ന് പറയുന്ന ഒരു വിചിത്ര മനോഭാവം ഇത്തരക്കാർക്ക് പൊതുവേ ഉണ്ടാവാം. അതുകൊണ്ടാണ് അവിടെ ടോക്സിക് ആയിട്ടുള്ള അവസ്ഥകൾ വീട് 4-ാം ഭാവവുമായി ബന്ധപ്പെട്ടവിടെ സംഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണവും. അതല്ലാതെയും സംഭവിക്കാറുണ്ട്. വ്യക്തി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുകയും 4-ൽ ഗുളികൻ പോലെയുള്ള അല്ലെങ്കിൽ മോശം രാഹു പോലെയുള്ള അവസ്ഥകളൊക്കെ നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീട് വഴി സ്വസ്ഥതക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതല്ല, ഈ വ്യക്തി തന്നെയാണ് അവിടെ സ്വസ്ഥതക്കേട് ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വ്യക്തി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ചിന്തകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, രോഗസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ എല്ലാ രീതിയിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ കൃത്യമായ സമയത്ത് തന്നെ എടുത്തു പോയി കഴിഞ്ഞാൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ആ വ്യക്തിക്ക് ഉണ്ടാവുകയുള്ളൂ. അതെടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ലഗ്നം മോശമാണ്, 5-ാം ഭാവം മോശമാണ്, 6-ാം ഭാവാധിപൻ മോശാവസ്ഥയിലാണ്, 10-ാം ഭാവാധിപൻ നീചസ്ഥനാണ്. അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ 12-ൽ നീചനായ സൂര്യനോടൊത്താണ്. 4-ലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം രാഹുവിൻ്റെ ദൃഷ്ടിയിൽ ഗുളികനോടൊത്തൊക്കെ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹെവി ആയിട്ടുള്ള നെഗറ്റിവിറ്റി ഉള്ള ഒരു ഗ്രഹനില തന്നെയാണിതെന്ന് നിസ്സംശയം പറയേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ എടുക്കുക. എൻറ്റയർലി നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകളെ ഒന്ന് പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക. അത് പ്രായോഗികമായിട്ടുള്ള പരിഹാരമാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ചോതിയാണ് നക്ഷത്രം, രാഹുദശയിൽ ജനിച്ചു. 2000 വരെ രാഹു, അതിനുശേഷം ഗുരു 2016 വരെ, അതിനുശേഷം ശനി 2035 വരെ, ശേഷം ബുധൻ 2052 വരെ, ശേഷം കേതു 2059 വരെ, ശേഷം ശുക്രൻ, രവി, ചന്ദ്രൻ, ചൊവ്വ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ ശനിയിൽ ശുക്രനാണ്. എന്ന് വെച്ചാൽ 2035 വരെ ശനിദശ തുടരുന്നു. അതിൽ ഗുളികനോടൊത്ത് നിൽക്കുന്ന ശനിയാണ്. ശ്രദ്ധിക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട്. അതിൽ ശുക്രൻ 7-ാം ഭാവാധിപനായിട്ടുള്ള 12-ൽ നിൽക്കുന്ന നീചനായ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശുക്രൻ ഭർത്താവ് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്ന അവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് തർക്കങ്ങൾ, അടിപിടി, അക്രമം, അല്ലെങ്കിൽ സ്വസ്ഥതയില്ലായ്മ, ഭിന്നിപ്പ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി കൃത്യമായിട്ട് മുൻകരുതലെടുത്ത് പരിഹാരങ്ങൾ ചെയ്ത് നമ്മളൊന്ന് പോസിറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പകുതിയിലധികം പ്രശ്നങ്ങളെ ഒഴിവാക്കി നിർത്താൻ, എന്ന് വെച്ചാൽ കണ്ണിൽ കൊള്ളേണ്ടതിനെ പുരുകത്തെങ്കിലും കൊള്ളിച്ച് നിർത്താൻ സാധിക്കും.
അതിനാദ്യം അവനവൻ തന്നെ അതിന് മനസ്സ് വയ്ക്കുക, എന്നിട്ട് പരിഹാരങ്ങൾ ചെയ്യുക, എന്നിട്ട് അതിന് വേണ്ടുന്ന ശ്രമങ്ങൾ നടത്തുക. ഇത് മൂന്നും കൂടെ ആകുമ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത്. അല്ലാതെ വെറുതെ പോയി പരിഹാരം ചെയ്തു ഞാനൊന്നും മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. വ്യക്തി ആദ്യം ചിന്തിച്ച് തീരുമാനിച്ച് ഉറപ്പിക്കുക, ശേഷം പരിഹാരം ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടി ശ്രമിക്കുക. ഈ മൂന്നും കൂടെ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. എത്ര വലിയ മോശമായിട്ടുള്ള നെഗറ്റിവിറ്റി ഉള്ള ഗ്രഹനിലയാണെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഇത് മൂന്നും ചെയ്യാൻ ആർക്കും വലിയ താല്പര്യവും ഉണ്ടാവില്ല. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.